ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 102. തുടരുന്നു. മുറാദു ഷെയ്ഖ് റഹിമഹുല്ല ബിഹാദൽ ബാബ്, ഈ അധ്യായം കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ ഉദ്ദേശ്യം ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല ഷറഹ് പറയുകയാണ്. അതായത് ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ്ഖ വഹുവൽ അലിയുൽ കബീർ എന്ന ആയത്ത് സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഇദാ ഖളല്ലാഹുൽ അംറ ഫിസ് സമാഇ ദറബത്തിൽ മലായികതു ബിഅജ്നിഹതിഹാ ഖുദ്ആനൻ ലിഖൗലിഹി എന്ന അതിൻ്റെ വിശദീകരണവും സംബന്ധിച്ച വിവരണമാണ്. അൻ യുബയ്യിന തഫ്സീർ ഹാദിഹിൽ ആയ, ഈ പറഞ്ഞ ആയത്ത് തഫ്സീർ ചെയ്യുക, അത് വിവരിക്കുക എന്നതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീർ വിവരിക്കുക എന്നത്. കമാ ജാഅത്ത് ബിദാലിക സുന്നത്ത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അത് വന്നിട്ടുള്ളത് പോലെ. ഫഇന്ന ഹാദിഹിൽ ആയത്ത ഫസ്സറത്ത്ഹ അസുന്നത്തു ബിൽ അഹാദീസി അല്ലത്തി ദക്കറഹ ഷെയ്ഖ് ഫി ഹാദൽ ബാബ്. അപ്പോൾ ഈ ആയത്തിനെ തഫ്സീർ ചെയ്തിട്ടുണ്ട് സുന്നത്ത്. ഷെയ്ഖ് റഹിമഹുല്ല അവർ ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള 2 ഹദീസുകൾ കൊണ്ട്. വൽ ഗർദു മിൻ ദാലിക ഇത്മാമു മാ സബഖ മിൻ ഫിൽ അബ്വാബി സാബിഖത്തി മിൻ ബയാനി അദില്ലത്തി ബുത്തുലാനി ഷിർക്ക്. ഷിർക്ക് അത് ബാത്തിലാണ്, അത് നിഷ്ഫലമാണ് എന്നത് വിവരിക്കുന്ന മുൻ ബാബുകളുമായിട്ട് അതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫഫിൽ അബ്വാബി സാബിഖത്തി ബയ്യന ഷെയ്ഖ് റഹിമഹുല്ല ബയാൻ ബുത്തുലാനി ഇബാദത്തിൽ അംബിയ ഇവ സ്വാലിഹീന മിൻ ബനി ആദം. അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ അംബിയാക്കളും സ്വാലിഹീങ്ങളും ആയിട്ടുള്ളവരെ ഇബാദത്ത് ചെയ്യുന്നത് അത് നിഷ്ഫലമാണ്, അത് ബാത്തിലാണ് എന്ന കാര്യം വിവരിച്ചു ഷെയ്ഖ് അവർ. ബിൽ അതില്ലത്തി സബഖത്ത് മിനൽ കിതാബി വസ്സുന്ന, വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുള്ള തെളിവുകൾ സഹിതം. വഫി ഹാദൽ ബാബി, ഈ അധ്യായത്തിലാകട്ടെ യുബയ്യിനു ബുത്തുലാന ഇബാദത്തൽ മലായികത്തി, ബുത്തുലാൻ ഇബാദത്തിൽ മലായിക്കത്തി, മലക്കുകളെ ഇബാദത്ത് ചെയ്യുന്നത് ബാത്തിലാണ്, അത് നിഷ്ഫലമാണ് എന്ന് വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. ലിഅന്നൽ മലായിക്കത്ത ഉഅ്ബിദു മിൻ ദൂനില്ല, അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് മലക്കുകൾ. അള്ളാഹുവിനെ കൂടാതെ മലക്കുകളെയും പലരും ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഫഹാദൽ ബാബു മുകമ്മിലുൻ ലിൽ അബ്വാബി സാബിഖത്തില്ലദീ ഖബല. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ ബാബുകൾക്ക് പൂർത്തീകരണം ആണ് ഈ ബാബ്, ഈ അധ്യായം. ഫി ബയാനി ബുത്തുലാനി ഇബാദത്തി കുല്ലി മൻ ഉബിദ മിൻ ദൂനില്ലാഹി മിനൽ അംബിയായി വൽ ഔലിയായി വസ്വാലിഹീന വൽ മലായികത്തി. അപ്പോൾ അള്ളാഹു അല്ലാതെ എന്തൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ട്, നബിമാരാകട്ടെ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മലക്കുകൾ, ഇതൊക്കെ ബാത്തിലാണ്, അവർക്കൊക്കെ ഉള്ള ആരാധന നിഷ്ഫലമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ലിഅന്നഹും ഇദാ ബത്തലത് ഇബാദത്തു ഹഉലായി ഫബുത്ലാനു ഇബാദത്തി ബിൻ ദൂനിഹിം മിൻ ബാബി ഔല. അപ്പോൾ ഈ പറയപ്പെട്ടവർ അവർ ഉത്തമരാണല്ലോ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മലക്കുകളൊക്കെ. അപ്പോൾ അവർക്കുള്ള ഇബാദത്ത് ബാത്തിലാണെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കുള്ള ഇബാദത്ത് എന്തായാലും ബാത്തിലായി ആകാൻ ആണല്ലോ കൂടുതൽ യോഗ്യം. ഇദാ ബത്തല ദാലിക ഫി ഹഖിൽ മലായികത്തി വഹും അഖ്വാ അൽ ഖൽഖി ഖിൽഖത്തൻ വമിൻ അഖ്റബിഹിം ഇലല്ലാഹി സുബ്ഹാനഹു വതആല മൻസിലത്തൻ. അപ്പോൾ മലക്കുകൾക്ക് ഇബാദത്ത് അത് തന്നെ ബാത്തിലാണ് എങ്കിൽ, അതായത് അവരാകട്ടെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തരാണ്, അതേപോലെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തവരുമാണ് പദവിയിൽ. അങ്ങനെ ആവുമ്പോൾ ഫല അൻ തബ്തുല ഇബാദത്തി മൻ സിവാഹും മിനൽ ആദമീന വൽ ജിന്നി വൽ ഇൻസി മിൻ ബാബി ഔല. അപ്പോൾ പിന്നെ അവരല്ലാത്ത നബിമാർ, മനുഷ്യർ, ജിന്നുകൾ, പിന്നെ അതേപോലെ മറ്റു സൃഷ്ടികളൊക്കെ അവരെ ഇബാദത്ത് ചെയ്യുന്നത് കൂടുതൽ വ്യക്തമാണല്ലോ, അത് ബാത്തിലാണ് എന്നത്. ഹാദാ ഫിഖ്ഹു ഹാദിഹി തർജമ. അപ്പോൾ ഈ ടൈറ്റിലിൻ്റെ ഫിഖ്ഹ് അതാണ് എന്ന്. ഖൗലുഹു, ഇനി അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. ഇദാ ഖളല്ലാഹുൽ അംറ, അള്ളാഹു ഒരു കാര്യം വിധിച്ചാൽ, മാനാഹു ഹദീസ് പറഞ്ഞല്ലോ, അതിൻ്റെ ആശയം പറയണം. ഇദാ തകല്ലമ അല്ലാഹു ബിൽ വഹ്യി, അള്ളാഹു വഹി കൊണ്ട് സംസാരിച്ചാൽ, കമാ ഫിൽ ഹദീസിൻ നവാസ് ബിൻ സമആൻ അല്ലദീ ഫി ആഖിറിൽ ബാബി ബിഹാദൽ ലഫ്സ്.
അപ്പോൾ രണ്ടാമത് പറയുന്ന ഹദീസ് നവാസ് ബിൻ സംആൻ എന്നിവരുടെ ഹദീസിൽ പറഞ്ഞ പോലെ ഇദാ ഖലല്ലാഹുൽ അംറ എന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞതിൻ്റെ ആശയം അടുത്ത ഹദീസിൽ ഇദാ തക്കല്ലം അല്ലാഹു ബിൽ വഹി എന്ന് പറഞ്ഞ അത് തന്നെയാണ് ആശയം. വഹാദ മാന ഖൗലിഹി ഖലല്ലാഹുൽ അംറ ഫിസ് സമാ, ആകാശത്ത് അള്ളാഹു കാര്യം വിധിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയതാണ് ഇദാ തക്കല്ലം അല്ലാഹു ബിൽ വഹി, അള്ളാഹു വഹി കൊണ്ട് സംസാരിച്ചാൽ. ഫീദാലിക്ക് ഇസ്ബാത്തുൽ കലാമി ലില്ലാഹി സുബ്ഹാനഹു വ തആല, ഇതിൽ അള്ളാഹുവിന് കലാമുണ്ട്, സംസാരമുണ്ട് എന്നത് സ്ഥിരപ്പെടുത്തലുണ്ട്. വ അന്നഹു കലാമുൻ യുസ്മഉ, അതേപോലെ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെടുന്നതാണ്. തസ്മഉഹു അൽ മലായികത്തു, അത് മലക്കുകൾ കേൾക്കും. വ ഇദാ സമിഉഹു സ്വഇഖു വ ഖറു, അത് കേട്ടാലാകട്ടെ അവർ ബോധരഹിതരാകും, അവർ സുജൂദിലായി വീഴും. കമാ യഅതി ഖറൂ ലില്ലാഹി സുജ്ജദ എന്ന് ഹദീസിൽ വരുന്നവരെ അവർ സുജൂദിലായി അള്ളാഹുവിന് സുജൂദായി വീഴും. തഅളീമൻ ലില്ലാഹി അസ്സ വജൽ, അള്ളാഹു അസ്സ വജലിന് ആദരവ് എന്ന നിലയ്ക്ക്. വഫീ ഖൗലിഹി, വചനത്തിൽ ഫിസ് സമായി, ആകാശത്തിൽ എന്ന് പറഞ്ഞല്ലോ, ആകാശത്തിൽ അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ചാൽ ആകാശത്ത് വെച്ച്. ഹാദാ ഫീഹി, ഇതിലുണ്ട് എന്ത്? ഇസ്ബാത്തു ഉലുവില്ലാഹി തആല, ഉലുവില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലുവ്, അള്ളാഹു ആകാശത്തിലാണ് എന്ന ആ വാസ്തവം, ആ ഒരു സംഗതി ഇതിൽ തെളിവുണ്ട്. അതിന് ഫഹുവ കഖൗലിഹി തആല, ഇത് അള്ളാഹുവിൻ്റെ വചനം പോലെയാണ്. അഅമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബാ. സൂറത്ത് അൽ മുൽക്കിൽ 16-17 ആയത്തുകളിൽ കാണാം. അമിൻതും, നിങ്ങൾ നിർഭയരാണോ, മൻ ഫിസ് സമായി, ആകാശത്തുള്ളവനെ സംബന്ധിച്ച്, അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച്, അൻ യഖ്സിഫ ബികുമുൽ അർദ, അവൻ നിങ്ങളെയും കൊണ്ട് ഭൂമിയെ ആഴ്ത്തുമെന്ന്, ആ വിഷയത്തിൽ നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ. ഫഇദാ ഹിയ തമൂർ, എന്നിട്ടത് പ്രകമ്പനം കൊള്ളുക എന്ന്. അമിൻതും, അതോ നിങ്ങൾ നിർഭയരാണോ, മൻ ഫിസ് സമായി, ആകാശത്തുള്ളവരെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച്, അൻ യുർസില അലൈക്കും, അവൻ നിങ്ങൾക്ക് മേൽ അയക്കുമെന്ന്, ഹാസിബൻ, ഒരു ചരൽ വർഷം. അപ്പോൾ അവിടെയൊക്കെ ആകാശത്തുള്ളവൻ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു. വല്ലദീ ഫിസ് സമായി ഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇവിടെ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ്. ഐ അൽ ഉലുവു, ഉലുവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഉലുവ്. ഹുവ അൽ അലിയു അൽ ആല, അത്യുന്നതനാണ് അവൻ. വഹുവ അൽ ഖാഹിറു ഫൗഖ ഇബാദി, വഹുവ അവൻ, അൽ ഖാഹിറു സർവാധിപതിയാണ്, ഫൗഖ ഇബാദിഹി അവൻ്റെ അടിമകൾക്ക് മേൽ. ഇസ്തവ അലൽ അർഷ്, അവൻ അർഷിന് മേൽ ഇസ്തിവ ആയിരിക്കുന്നു, ആരോഹണസ്ഥനായിരിക്കുന്നു. വൽ അർഷു, അർഷാകട്ടെ, ഹുവ അലൽ മഖ്ലൂഖാത്തി, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതിയിലുള്ളതാണ്. വസഖ്ഫുൽ മഖ്ലൂഖാത്തി, സൃഷ്ടികളുടെ മേൽക്കൂരയാണ്. വ അഅ്ളമിഹ, അതിലേറ്റവും മഹത്തരമാണ്. അത് അതിൻ്റെ സ്ഥാനം എന്നത് ഏറ്റവും മുകളിലാണല്ലോ. അപ്പോൾ അതിൻ്റെയും മുകളിലാണ്, അർഷിൻ്റെയും മുകളിലാണ് അള്ളാഹു. അള്ളാഹു ഫൗഖൽ അർഷ്, അള്ളാഹു അർഷിൻ്റെയും മുകളിലാണ് നാം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിൽ ജാരിയത്തി, ഒരു അടിമ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്നല്ലാഹ്, അള്ളാഹു എവിടെയും ചോദിച്ചു. ഒരു സ്ത്രീയുടെ ഈമാൻ പരിശോധിക്കാൻ വേണ്ടി നബി ചോദിച്ച ചോദ്യമാണ്, അള്ളാഹു എവിടെയാണ്. ഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞത് എന്താണ്? ഫിസ് സമാഇ, ആകാശത്തിലാണ്. ഖാല ലി സയ്യിദിഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ആ സ്ത്രീയുടെ, ആ അടിമ സ്ത്രീയുടെ യജമാനനോട് പറഞ്ഞു, അഅ്തിഖ്ഹ, അവളെ മോചിപ്പിക്കൂ എന്ന്. ഫഇന്നഹ മുഅ്മിന, നിശ്ചയം അവൾ സത്യവിശ്വാസിയാണ് എന്ന്. അപ്പോൾ അള്ളാഹു എവിടെയും ചോദിച്ചപ്പോൾ ആകാശത്താണ് എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അവർ മുഅ്മിനത്താണ് എന്ന് നബി പറയുകയും ചെയ്തു. വ്യക്തമായ തെളിവാണ് അള്ളാഹു ആകാശത്തിലാണെന്നുള്ളതിന്. വൽ അദില്ലത്തു അലാ ദാലിക കസീറ, ഇതിനുള്ള തെളിവ് ധാരാളമാണ്. വഖദ് സന്നഫൽ ഹാഫിദ് അദ്ദഹബി റഹിമഹുല്ലാഹ് കിതാബൻ സമ്മാഹു അൽ ഉലുവ്വു ലിൽ അലിയിൽ ഗഫാർ എന്നൊരു കിതാബ് തന്നെ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. സഖ ഫീഹിൽ അദില്ലത്തു അലാ ഉലുവില്ലാഹി തആല അലാ അർശിഹി വഹിയ കസീറ. قال العلماء, ഉലമാക്കൾ പറഞ്ഞു, ഇന്ന അദില്ലത ഉലുവില്ലാഹി അലാ അർശിഹി തബ്ലുഗു അൽഫ ദലീലിൻ ഔ അക്സറ മിനൽ വഹി. പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു അർശിന് മേലെ ആണ് എന്നതിന് 1000-ഓളം എത്തുന്ന തെളിവുകൾ വഹയിൽ നിന്നുണ്ട്. ഒമിൽ ഫിത്രത്തിന്, ഒമിൽ അദില്ലത്തിൽ അഖലിയ, ബുദ്ധിപരമായ തെളിവുകളിൽ നിന്നും.
വഹാദ സാബിത്തുൻ ലാ ശക്ക ഫീ, ഇത് സ്ഥിരപ്പെട്ടതാണ്, അതിന് സംശയമില്ല. അള്ളാഹു ആകാശത്താണ്, അർശിൻ്റെ മേലെയാണ്. വലാ യുൻകിറുഹു ഇല്ലൽ മുലാഹിദത്തു മിനൽ ജഹ്മിയ്യത്തി വഗൈരിഹിം, ജഹ്മികളും മറ്റുമായിട്ടുള്ള മുലാഹിദത്ത് കക്ഷികൾ അല്ലാതെ ഇത് നിഷേധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിരാകരിക്കുന്നവർ. വഖൗലുഹു, അള്ളാഹു ഈ നബി വചനം, ദറബത്തിൽ മലായികത്തു ബി അജ്നിഹത്തിഹാ, അപ്പോൾ അള്ളാഹു വഹി കൊണ്ട് ആകാശത്ത് സംസാരിച്ചാൽ, ഒരു കാര്യം തീരുമാനിച്ചാൽ മലക്കുകൾ എന്ത് ചെയ്യും? അവരുടെ ചിറകുകൾ കൊണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. അൽ മലായികത്തു, മലക്കുകൾ, മിൻ അഅ്ളമിൽ മഖ്ലൂഖാത്തി, സൃഷ്ടികളിൽ പിന്നെ മഹത്തുക്കളായിട്ടുള്ള വിഭാഗമാണ്. ലാ യഅലമു അഅ്ളമ ഖിൽഖത്തിൽ മലായികത്തി ഇല്ലല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അല്ലാതെ അവരുടെ മഹാത്മ്യം അറിയില്ല. വഇദാ കാനു അലാ ഹാദിഹിൽ ഹാലത്തി മിനൽ അഅ്ളമി, അപ്പോൾ മഹാത്മ്യത്തിൻ്റെ കാര്യത്തിൽ അവർ ഈ അവസ്ഥയിലാകുമ്പോൾ, വ മഅ ഹാദിഹി ലാ തസ്ലുഹു ലഹും ലാ തസ്ലുഹു ഇബാദത്തുഹും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ അവരെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ, അതായത് അവർ മഹത്തുക്കളാണ്, പക്ഷേ അവർക്ക് വലിയ സ്ഥാനമുണ്ട് മലക്കുകൾക്ക്, പക്ഷേ അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കൂടാതെ അവരെ ഇബാദത്തിൽ പറ്റുകയും ഇല്ല. ഫഹും മഅ ഖുവ്വതിഹിം വഅളമി ഖൽഖതിഹിം യഖാഫൂന മിനല്ലാഹി സുബ്ഹാനഹു വതആല, അവർക്ക് ശക്തിയുണ്ട്, മഹാത്മ്യമുണ്ട് സൃഷ്ടിപ്പിൽ എന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അവർ ഭയക്കുന്നു. ഇദാ സമിഉ കലാമഹു, അള്ളാഹുവിൻ്റെ കലാം അവർ കേട്ടാൽ, ദറബു ബി അജ്നിഹതിഹിം, അവർ അവരുടെ ചിറകുകൾ കൊണ്ട് അടിക്കുന്നു. വഹാദാ ഫീഹി ഇസ്ബാത്തുൽ അജ്നിഹതി ലിൽ മലായികത്തി, ഇതിൽ എന്ത് തെളിവുണ്ട്? മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്നതിന് തെളിവുണ്ട്. വഹിയ സാബിത്തത്തുൻ ബിൽ ഖുർആനി കമാ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ, ഖുർആനിൽ ഇത് സ്ഥിരപ്പെട്ടതുമാണ്. റുസുലൻ ഉലി അജ്നിഹത്തിൻ, ചിറകുകളുള്ള ദൂതന്മാർ എന്ന് മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുദ്ആനൻ, അപ്പോൾ ചിറകുകൾ അടിക്കുന്നത് എങ്ങനെയാണ്? അവർ എന്തിനാ? അത് എന്ത് കാര്യത്തിനാ? ഖുദ്ആനൻ, അള്ളാഹുവിനുള്ള ഭയഭക്തി കൊണ്ട്. ഹാദാ മഫ്ഊലുൻ ലി അജ്ലി, മഫ്ഊലുൻ ലി അജ്ലിയാണ് ഖുദ്ആൻ എന്നുള്ള വാക്കവിടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് ലിമാദാ ദറബു ബി അജ്നിഹതിഹിം, അവരെന്തിനാണ് അവരുടെ ചിറകുകളിട്ടടിച്ചത്? ലി അജ്ലിൽ ഖുദൂഇ ലില്ലാഹി, അള്ളാഹുവിനുള്ള ഭയഭക്തിയാൽ, വ തഅദീമൻ ലഹു, അവനുള്ള ആദരവിനാൽ, വ ഖൗഫൻ മിൻഹു അസ്സ വജൽ, അള്ളാഹുവിനോടുള്ള ഭയത്താൽ അസ്സ വജൽ. ഫഇൻ കാനത് ഹാദിഹി ഹാലത്തുഹും ഫലാ യജൂസു അൻ യുഅ്ബദു മഅ അല്ലാഹ്, അപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ കലാം കേൾക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അവർ ഭയഭക്തിയാൽ, അള്ളാഹുവിനുള്ള ഭയഭക്തിയാൽ അവരുടെ ചിറകുകളിട്ടടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്നിരിക്കെ, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനോടൊപ്പം അവർ ഇബാദത്ത് ചെയ്യപ്പെടുക എന്നത് അനുവദനീയമല്ല. അള്ളാഹു പറയുന്നു, ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹി വലൽ മലായികത്തുൽ മുഖർറബൂൻ. ലൻ യസ്തൻകിഫൽ മസീഹു, മസീഹ് ഈസാ അലൈഹിസ്സലാം വൈമനസ്യം പ്രകടിപ്പിക്കുകയില്ല ഒരിക്കലും. അൻ യകൂന അബ്ദൻ ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസനാകാൻ. വലൽ മലായികത്തുൽ മുഖർറബൂൻ, അവൻ ഏറ്റവും അടുത്ത, അവനോട് അടുത്ത മുഖർറബീങ്ങളായിട്ട് മലക്കുകളും അല്ല, അവരും വൈമനസ്യം കാണിക്കുകയില്ല, അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഫീ ഹഖ്ഖിഹിം, അവരുടെ വിഷയത്തിൽ, അവരുടെ ഹഖിൽ, വഖാലു ഇത്തഖദർ റഹ്മാനു വലദൻ സുബ്ഹാനഹു ബൽ ഇബാദും മുക്റമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ. വഖാലു, അവർ പറഞ്ഞു, ഇത്തഖദർ റഹ്മാനു വലദ, റഹ്മാൻ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന്. സുബ്ഹാന, അവൻ പരിശുദ്ധനാണ്. ബൽ ഇബാദും മുക്റമൂൻ, പക്ഷെ അവർ ആദരണീയരായ അടിമകളാണ്. അതായത് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് അവർ പറഞ്ഞു, നസാറാക്കൾ. അതേപോലെ മുശ്രിക്കുകൾ, മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു, അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നതായിരുന്നു. അപ്പോൾ അർ റഹ്മാൻ, അള്ളാഹു സന്തതിയെ സ്വീകരിച്ചു എന്ന വിശ്വാസക്കാരാണ് അവർ. അപ്പോൾ അള്ളാഹു നിഷേധിക്കാണ്, ബൽ ഇബാദും മുക്റമൂൻ, പക്ഷെ അവർ അള്ളാഹുവിൻ്റെ ആദരണീയരായ അടിമകളാണ് മലക്കുകൾ, അല്ലാതെ സന്തതികളല്ല. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ഖൗൽ കൊണ്ട് അവനെ അവർ മുൻകടക്കുകയില്ല. യാനി അൽ മലായികത്തു, അതായത് മലക്കുകൾ മുൻകടക്കില്ല. വഹും ബി അംരിഹി യഅമലൂൻ, അവർ അവൻ്റെ കൽപ്പന പ്രകാരം പ്രവർത്തിക്കുന്നവരാണ് എന്ന്. ലിഖൗലിഹി ഐ ലിഖൗലില്ലാഹി സുബ്ഹാനഹു വതആല ഫീഹി ഇസ്ബാത്തുൽ ഖൗലി ലില്ലാഹി വഇസ്ബാത്തുൽ കലാം ലില്ലാഹി ജല്ല വഅല വഅന്നഹു യതകല്ലമു കമാ യലീഖു ബിജലാലിഹി സുബ്ഹാനഹു കലാമൻ യുസ്മഉ.
തസ്മഉഹുൽ മലായിക വയസ്മഉഹു ജിബ്രീൽ വഇദാ സമിഅഹുൽ മലായികത്തു അസാബഹും ഹാദ റുഅബ വൽ ഖൗഫ് മിനല്ലാഹ്. അതായത് ഇതിലൊക്കെ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ കലാം അത് സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കലാം ഇസ്ബാത്ത് ചെയ്തതിലുണ്ട്. അതെങ്ങനെയാണ് അള്ളാഹു സംസാരിക്കുന്നത്? വന്നഹു യതകല്ലമു കമാ യലീഖു ബിജലാലിഹി. അള്ളാഹുവിൻ്റെ ജലാലിയത്തിന്, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് സുബ്ഹാനഹു വ തആല അതിന് ലായിഖായ, അതിന് യോജ്യമായ വിധത്തിൽ അള്ളാഹു സംസാരിക്കും. കലാമൻ യുസ്മഉ, കേൾക്കപ്പെടുന്ന വചനമാണ്. തസ്മഉഹു അൽ മലായികത്തു, അതിനെ, അതായത് അള്ളാഹുവിൻ്റെ കലാമിനെ മലക്കുകൾ കേൾക്കുന്നു. വയസ്മഉഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുന്നു. ജിബ്രീൽ മലക്കുകളിൽ പെട്ടവർ തന്നെയാണ്, പക്ഷേ അത് പ്രത്യേകമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ എടുത്തു പറഞ്ഞുള്ളൂ. ഇദാ സമിഅഹുൽ മലായികത്തു, മലക്കുകൾ ആ ശബ്ദം കേട്ടാൽ, അള്ളാഹുവിൻ്റെ ശബ്ദം കേട്ടാൽ അസ്വാബഹും ഹാദ റുഅബ് വൽ ഖൗഫ് മിനല്ലാഹ്, അള്ളാഹുവിലുള്ള ആ ഭയവും ആ റുഅബും അവർക്ക് ബാധിക്കുന്നു എന്നതാണ്, ഭയപ്പെടുന്നു അവർ. ഖൗലുഹു കഅന്നഹു ഐ കഅന്ന ഖൗലഹു തആല വയുകല്ലിമുഹു സുബ്ഹാനഹു ബിൽ വഹി. അള്ളാഹുവിൻ്റെ വചനം എന്ന്, അള്ളാഹു വഹി കൊണ്ട് സംസാരിക്കുന്നത്. സിൽസിലത്ത്, അത് എങ്ങനെയാണ് ആ സംസാരം എന്ന് പറയുന്നത്? സിൽസിലത്തുൻ അല സഫ്വാൻ എന്ന് പറഞ്ഞില്ലേ, എന്താ സിൽസില അല സഫ്വാൻ, സിൽസില ചങ്ങല, അല സഫ്വാൻ, സഫ്വാൻ എന്ന് പറഞ്ഞാൽ പാറ, മിനുസമുള്ള പാറ. ഇപ്പം മിനുസമുള്ള പാറയിൽ ചങ്ങല വലിക്കുന്നത് പോലെയുള്ള ശബ്ദം. തഷ്ബീഹുൻ ലി സൗത്തിൽ വഹി അല്ലദീ യഅതി ഇലൽ മലക്, മലക്കിലേക്ക് വരുന്ന അള്ളാഹുവിൻ്റെ വഹീൻ്റെ ശബ്ദം, അതിന് തഷ്ബീഹ് പറഞ്ഞതാണ്. ഔ സൗത്തിൽ മലക്കി നഫ്സഹു ബി സൗത്തിൽ സിൽസില ഇദാ ജുറത്ത് അല ഹജരിൻ അംലസ, അതായത് ഒരു മിനുസമുള്ള കല്ല്, അതിൻ്റെ മേൽ ഒരു ചങ്ങല വരിക്കപ്പെട്ടാൽ ഉള്ള ശബ്ദം, അതുപോലെ. അപ്പോൾ ഒന്നുകിൽ വഹി, മലക്കിന് വരുന്ന വഹീൻ്റെ ശബ്ദം, അതല്ലെങ്കിൽ പിന്നെ മലക്കിൻ്റെ ശബ്ദം, ആ വഹിയായിട്ട് ബന്ധപ്പെട്ട്. യംഫുദുഹും ദാലിക്, അത് അവർക്ക് എത്തും ആ പിന്നെ ശബ്ദം, അള്ളാഹുവിൻ്റെ വഹീൻ്റെ ശബ്ദം മലക്കുകൾക്ക്. ഐ അന്ന കലാം അല്ലാഹി യബ്ലുഗു ഇലാ ഖുലൂബിഹിം, മലക്കുകളുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ കലാം എത്തും. ഫയഖാഫൂൻ, അവർ അപ്പോൾ ഭയക്കും. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അങ്ങനെ ഇതുവരെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ആ ഭയപ്പാട് നീക്കപ്പെടുമ്പോൾ എന്നതുവരെ. യാനി ഉസീല അൻഹ അൽ ഫസ, ആ ഭയപ്പാട് അവരിൽ നിന്ന് നീക്കപ്പെടുമ്പോൾ തസാഅലു ബൈനഹും, അവർ പരസ്പരം ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന്. ഖാലു, അവർ തന്നെ പറയും പരസ്പരം, അൽ ഹഖ്, ഹഖ് സത്യം. ഐ ഖാല ബഅ്ദുഹും ലിബഅദ്, അവർ ചിലരോട് പറയും, പരസ്പരം ചോദിക്കും എന്നർത്ഥം. ഖാല അല്ലാഹു അൽ ഹഖ് ലിഅന്ന കലാമഹു ഹഖ്ഖുൻ സുബ്ഹാനഹു വ തആല, അള്ളാഹു പറഞ്ഞത് സത്യമാണ്, കാരണം അവൻ്റെ കലാം സത്യമാണ് സുബ്ഹാനഹു വ തആല. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയസ്മഉഹാ മുസ്തരിഖുസ് സമഇ, അങ്ങനെ ഈ വഹീൻ്റെ സംസാരം ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഫയസ്മഉഹ, അപ്പോൾ അതിനെ കേൾക്കും, മുസ്തരിഖുസ് സമഇ, കട്ട് കേൾക്കുന്നവൻ, അതായത് ഷൈത്താൻമാർ. അൽ മുസ്തരിഖു, മുസ്തരിഖ് എന്ന് പറഞ്ഞാൽ ഹുവ അവൻ, അല്ലദീ യഅഖുദു ശൈഅ ബിസുർഅത്തിൻ വഖുഫ്യത്തിൻ, രഹസ്യമായിട്ട് വേഗത്തിൽ കാര്യം ഒരു സംഗതി എടുക്കുന്ന ആളാണ് മുസ്തരിഖ്, കള്ളൻ. ഇസ്തിറാഖ്, കട്ട് എടുക്കുന്നവൻ എന്ന് പറയുന്നത്. വമിൻഹു സുമ്മിയ അസാരിഖു, അതിൽ നിന്നാണ് സാരിഖ് എന്ന് പേര്. എന്ത്, പെട്ടെന്ന് എളുപ്പത്തിൽ പിന്നെ ഒളിച്ചു കൊണ്ട് എടുക്കുക, അതാണല്ലോ സാരിഖ് ചെയ്യുന്നത്, സരിഖത്ത്. അല്ലദീ യഅഖുദുൽ മാല അലാ വജ്ഹിൽ ഖുഫ്യ, രഹസ്യം ആയിട്ടാണ് സ്വത്തിനെ അവൻ എടുക്കുന്നത്, അങ്ങനെ എടുക്കുന്നത്. വസുറ, വേഗതയിലും. ഹൈസു ലാ യറാഹു അഹദ്, ആരും കാണാതിരിക്കാൻ. വ മുസ്തരിഖുസ് സമഇ, ഇവിടെ മുസ്തരിഖുസ് സമഇ, കട്ട് കേൾക്കുന്നവൻ, ചെവി ഇത് കേൾക്കുന്നവൻ എന്ന് പറഞ്ഞത് ആരാണ്? ആരെ പറ്റിയാണ് കട്ട് കേൾക്കുന്നവൻ? ഹുവ അശ്ശൈത്വാനു അല്ലദീ യഖ്തഫുൽ കലിമത മിനൽ വഹി, വഹിയിൽ നിന്ന് ഉള്ള കലിമത്തിനെ, വചനത്തെ റാഞ്ചിയെടുക്കുന്നവനാണ്. അല്ലദീ തതകല്ലമു ബിഹിൽ മലായികത്തു ഫിസ്സമ, മലക്കുകൾ ആകാശത്ത് വെച്ച് സംസാരിക്കുന്ന. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇല്ലാ മൻ ഇസ്തറഖസ് സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. ഇല്ലാ മൻ ഇസ്തറഖസ് സമഅ, കട്ട് കേൾക്കുന്നവൻ ഒഴികെ. കട്ട് കേട്ട് യസീറായത്, ചിലപ്പോൾ ചെറിയ ഒരു ഭാഗം ആ സംസാരത്തിൽ നിന്ന്, മലക്കുകളുടെ സംസാരത്തിൽ നിന്ന് കട്ട് കേൾക്കും. ആര്? ഷൈത്താൻമാർ. ഫഅത്ബഅഹു, അപ്പോൾ ആ ഷൈത്താനെ പിന്തുടരും ശിഹാബും മുബീൻ, വ്യക്തമായ തീജ്വാല. അപ്പോൾ അത് സാഹിര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജ്യോതിഷികൾക്കൊക്കെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം
ആ തീജ്വാല അവനെ ഷെയ്ത്താനെ പിടികൂടി വരും. ചിലപ്പോൾ അതിനു മുമ്പ് അവനെത്തിച്ചു എന്നും വന്നേക്കാം. ആ ഹദീസിൽ പറയാണല്ലോ, ഈ കട്ട് കേൾക്കുന്നവൻ ഷെയ്ത്താൻ ഇപ്രകാരമാണ്. അവർ ചിലർക്ക് മുകളിൽ നിന്നിട്ട് അങ്ങനെയാണ് ആകാശലോകത്തേക്ക് ആകാശലോകത്തിൽ നിന്ന് അവർ കട്ട് കേൾക്കുന്നത്. മാനാഹുദിൻ്റെ ആശയം അന്ന ഷയാത്തീനെ യഅലൂ ബഅ്ദുഹ ബഅ്ദൻ, അവരിൽ ചിലരുടെ മുകളിൽ കയറിയിട്ട് അങ്ങനെ ഉയരത്തിലേക്ക് ഹത്താ തോസില ഇല അനാനിസമ, ഇത് എങ്ങനെ ഏതുവരെ? ആകാശങ്ങളുടെ അതിർത്തിയിൽ എത്തുന്നതുവരെ. കുല്ലു വാഹിദിൻ യർക്കബു അലൽ ആഖർ, ഓരോരുത്തരും ഓരോ ഷെയ്ത്താനും മറ്റേ ഷെയ്ത്താൻ്റെ മുകളിൽ കയറും. മിൻ അജിൽ ഇസ്തിറാഖി സമയം, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. വസഫഹു സുഫിയാൻ ബിൻ ഉയൈന, ഹദീസ് റിപ്പോർട്ടർമാരിൽ ഒരാൾ അത് വിശദീകരിച്ചത് യാനി ഉദ്ദേശിക്കുന്നത് റാവിൽ ഹദീസിലെ റിപ്പോർട്ടർ വഹുവ സുഫിയാൻ ബിൻ ഉയൈന അഹദുൽ കിബാരിൽ മുഹദ്ദിസീൻ മഷ്ഹൂരി സിഖാത്തിൽ അസ്ബാത്തി റഹ്മത്തുള്ളാഹ്, പ്രസിദ്ധരായ മുഹദ്ദിസീങ്ങളിൽപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. സിഖാത്താണ് അദ്ദേഹം, സിഖാത്തിൽപ്പെട്ടാണ്, നല്ല അവലംബാർഹനായിട്ടുള്ള മുഹദ്ദിസാണ്. യാനി ഉദ്ദേശിക്കുന്നത് വസ്ഫ തറാക്കുമിഹിം വസ്ഫ റുക്കൂബി ബഅദിഹിം ഫൗഖ ബഅദിൻ ഫിൽ ജവ്വി, അവർ അന്തരീക്ഷത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് മുകളിൽ ഇങ്ങനെ റുക്കൂബിയ കയറി ആകാശലോകത്തേക്ക് അവിടുന്ന് വഹയിൻ്റെ കാര്യങ്ങൾ കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കയറുന്ന ആ തറാക്കും എന്ന് പറഞ്ഞാൽ അട്ടിക്കട്ടിക്കായിട്ട് കയറിപ്പോകുന്നത്. ബിഗഫിഹി ഫഹറഫ, അതായത് സുഫിയാൻ ബിൻ ഉയൈന അതിങ്ങനെ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈ കൊണ്ട്. അതിങ്ങനെ ചെരിച്ചും യാനി അമാല അതിനെ ചെരിച്ചിട്ട് വിരലുകൾ ഫറഖ അസാബിഹ, ആ വിരലുകൾ വിടർത്തിയിട്ടും വല്ല അസാബി യകൂനു ബഅദുഹ ഫൗഖ ബഅദ്, അസാബിഅ പിന്നെ ചില വിരലുകൾ മറ്റു ചില വിരലുകളുടെ പരസ്പരം മുകളിലാക്കിയിട്ട് അങ്ങനെ വിടർത്തി വിരലുകൾ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലാക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഹാദാമാന, ഇതാണ് എൻ്റെ ആശയം. അന്ന സുഫിയാൻ ബിൻ ഉയൈന അറാദ അൻ യുവദ്ദിഹ ലിതലാമീദിഹി വറുവാത്തി അൻഹു ബിൽമിസാലിൽ മഹ്സൂസിൽ മുഷാഹിദി അമലിയത്ത ഷൈത്താനി ഫിൽ ഹവാ. അപ്പോൾ ഷൈത്താന്മാർ എങ്ങനെയാണ് ഒരാൾ മറ്റൊരാൾക്ക് മുകളിൽ കയറി ഈ കട്ട് കേൾക്കുന്നത് എന്നത് ഡെമോൺസ്ട്രേഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ബിൽ മിസാലിൽ മഹ്സൂസ് എന്ന് പറഞ്ഞാൽ സംവേദ്യമായിട്ടുള്ള ഉദാഹരണത്തിലൂടെ ഹവായിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും അത് വ്യക്തമാക്കി കൊടുക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. ഫഹാദ ഫിഹി മിൻ വസാഇലി തഅലീം, ഇതെന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ഈ അധ്യാപനത്തിൻ്റെ മാധ്യമങ്ങളിൽ ഒന്നാണ്. ലർബുൽ അംസിലത്തിൽ തുല്ലാബി ഹത്താ യഫ്ഹമു, വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കുന്നത് വരെ ഉദാഹരണങ്ങൾ കൊടുക്കുക എന്നുള്ളത്. മിസ്ല മാ ഫഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ അറാദ അൻ യുഫസ്സിറ ഖൗലഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വചനം തഫ്സീർ ചെയ്യാൻ നബി ഉദ്ദേശിച്ചപ്പോൾ നബി പറഞ്ഞതുപോലെ സഹാബാക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി എന്ന അല്ലാഹുവിൻ്റെ വചനം. വഅന്ന ഹാദാ, നിശ്ചയം ഇത്, സിറാത്തി മുസ്തഖീമ, ഇത് എൻ്റെ സിറാത്ത് മുസ്തഖീമായ നേരായ ചൊവ്വായ വഴിയാണ്. ഫത്തബിഊഹു, അതിനാൽ നിങ്ങൾ അതിനെ പിന്തുടരൂ. വലാ തത്തബിഉസ് സുബുല, നിങ്ങൾ പല വഴികളെ പിന്തുടരരുത്. ഫതഫറഖ ബികും അൻ സബീലി, അപ്പം നിങ്ങളെന്താകും? അള്ളാഹുവിൻ്റെ വഴിയെ തൊട്ട് ഭിന്നിച്ചു പോകും എന്ന്. ഫന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ അൻ യുവദ്ദിഹ ഹാദിഹിൽ ആയ, ഈ ആയത്ത് വിശദീകരിക്കാൻ, വ്യക്തമാക്കാൻ, ക്ലാരിഫൈ ചെയ്യാൻ നബി ഉദ്ദേശിച്ചു. ബി മിസാലിൻ മഹ്സൂസിൻ, തികച്ചും സംവേദ്യമായിട്ടുള്ള ഉദാഹരണത്തിലൂടെ. എങ്ങനെ നബിയെ ചെയ്തത്? ഹത്തൻ മുസ്തഖീമൻ അലൽ അർദ്, ഭൂമിയിൽ ഒരു നേരെ ഒരു വര വരച്ചു നബി. വഹത്ത അൻ യമീനിഹി വഷിമാലിഹി ഖുത്തൂത്ത, ആ നേരെ സ്ട്രൈറ്റ് ലൈൻ്റെ നേർരേഖയുടെ അപ്പുറം കുറേ വരകളും വരച്ചു, വലതും ഇടതുമായിട്ട്. വഖാലിൽ മുസ്തഖീം, എന്നിട്ട് ഈ മുസ്തഖീമായ സ്ട്രൈറ്റ് ലൈൻ നേർരേഖയെ സംബന്ധിച്ച് നബി പറഞ്ഞു ഹാദാ സിറാത്തുല്ലാഹ്, ഇത് ആണ് അള്ളാഹുവിൻ്റെ വഴി. വഖാലിൽ ഉഖറ, മറ്റു വഴികളെ പറ്റി പറഞ്ഞു ഹാദിഹി സുബുൽ, ഇതാണ് മറ്റു വഴികൾ. അലാ കുല്ലി സബീലിൻ മിൻഹ ഷൈത്താൻ, അതിൽ ആ മറ്റു വഴികളിൽ ഓരോ വഴിയിലും ഷൈത്താനുണ്ട്. യദുഉന്നാസ ഇലൈഹ, അതിലേക്ക് ക്ഷണിക്കുന്ന ഷൈത്താന്മാരുണ്ട്. അപ്പോൾ നേരായ വഴി ഒരേ ഒരു വഴിയുള്ളൂ. തെറ്റായ വഴികൾ, ഷൈത്താൻ്റെ വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹാദാ തൗദീഹുൻ ലിൽ മആനി ബിൽ മഹ്സൂസാത്ത്, ഇതാണ് മഹ്സൂസാത്ത്, അതായത് സംവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ആശയങ്ങൾ വ്യക്തമാക്കൽ. ഇങ്ങനെയാണ്. വഹിയ തുരീഖത്തുൻ ശർഇയ്യ, ഇത് ശർഇയ്യ ആയിട്ടുള്ള ഒരു വഴിയാണ്. വതുരീഖത്തുൻ നാജിഹ
ഫലപ്രദമായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ് ഫിലിഫ്ഹാം മനസ്സിലാക്കുന്നതിൽ, കോംപ്രിഹെൻഷനിൽ. വഹാദാമ അറാദഹു സുഫിയാനു റളിയല്ലാഹു അൻഹു മിൻ വസ്ഫിഹി അമലിയത ശൈത്താൻ ഫിൽ ഹവ ബികഫിഹി വജഅലി അസ്വാബിഅഹി ബഅദുഹാ ഫൗക ബഅദിൻ മുഫർരിജതൻ മിൻ അജ്ലി അൻ യുവദ്ദിഹ ലഹും. ഇതാണ് സുഫിയാൻ ഇബ്നു ഉയൈന ചെയ്തത്. ഷൈത്താന്മാരുടെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടും ഉള്ളം കൈ കൊണ്ടും അതേപോലെ വിരലുകൾ കൊണ്ടും അത് വിടർത്തിക്കൊണ്ടും ചരിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം ചെയ്തത്, അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. വഖൗലുഹു, അല്ലാഹു തആലാൻ്റെ വചനം, അല്ല ഈ ഹദീസിലെ വചനം, ഫയസ്മഉൽ കലിമ, അപ്പോൾ അവൻ ആ പിശാച്ച് വചനം കേൾക്കും. അതായത് യസ്മഉ മുസ്തരിഖു സമഇ അൽ കലിമത്ത മിമ്മാ തകല്ലമത് ബിഹിൽ മലായികത്ത്, മലക്കുകൾ വഹയിൻ്റെ സംസാരം, വഹയിൻ്റെ കാര്യങ്ങൾ ആകാശലോകത്ത് സംസാരിച്ചത് ഈ മുസ്തരിഖു സം ആയിട്ടുള്ള ഷൈത്താൻ, കട്ട് കേൾക്കുന്ന ഷൈത്താൻ കേൾക്കും. ഫയുൽഖീഹ ഇലാ മൻ തഹ്തഹു മിന ഷയാത്തീൻ, അപ്പോൾ അവർ താഴെയുള്ള ഷൈത്താന്മാർക്ക് അത് പാസ് ചെയ്യാണ്, അത് ഇട്ട് കൊടുക്കും. വല്ലദീ തഹ്തഹു യുൽഖീഹ ഇലൽ ആഖിർ, അവൻ്റെ താഴെയുള്ള ആൾ എന്ത് ചെയ്യും, മറ്റേ താഴെയുള്ള അതിൻ്റെ താഴെയുള്ള മറ്റേ ആൾക്ക് മറ്റേ ഷൈത്താൻ ഇട്ട് കൊടുക്കും. വാഹിദം ബഅദ വാഹിദ്, ഒരാൾ കഴിഞ്ഞ് മറ്റേ ആൾക്ക്, അങ്ങനെ ഹത്താ യുൽഖീഹൽ അഖീർ, അവസാനത്തെ ഷൈത്താൻ ഇട്ട് കൊടുക്കുന്നവരെ അലാ ലിസാനി സാഹിരി അവിൽ കാഹിനി മിൻ ബനി ആദം, മനുഷ്യരിൽപ്പെട്ട സാഹിരിനോ, അതായത് മാരണക്കാരന്, കൂടോത്രക്കാരന്, അല്ലെങ്കിൽ കാഹിൻ ജ്യോതിഷിക്ക് അത് ഇട്ട് കൊടുക്കുന്നത് വരെ അതങ്ങ് തുടരും.